കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയാണ്. അഴീക്കോട്ടെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കരീം ചേലേരി. UDFന്റെ തരംഗത്തിനിടയിലും അഴീക്കോട് UDF സ്ഥാനാർത്ഥിയായ കരീം ചേലേരി എങ്ങനെ പരാജയപ്പെട്ടു എന്നത് ഏവരും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. പരാജയപ്പെടാനുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് കരീം ചേലേരി ഈ അഭിമുഖത്തിൽ. കണ്ണൂരിലെ UDFനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അഴീക്കോട്ട് വളരെ നാമമാത്രമായ വോട്ടുകൾക്കും കൂത്തുപറമ്പിലും ഏറെക്കുറെ സമാനമായ ചെറിയ വോട്ടുകൾക്കും ആണ് UDF പരാജയപ്പെട്ടു പോയത്. വോട്ടിംഗ് പാറ്റേൺ വിശകലനം ചെയ്യുമ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള ധ്രുവീകരണങ്ങൾ, അത് UDF തലത്തിൽ വളരെ ഗൗരവതരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ് എന്നാണ്. കേവലം 2 വോട്ടുകളുടെ വ്യത്യാസമാണ് ഞാനും എൻ്റെ എതിർ സ്ഥാനാർത്ഥിയും തമ്മിലുള്ളത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതോടൊപ്പം പോസ്റ്റൽ വോട്ടുകൾ കൂടി പരിഗണിക്കപ്പെട്ടപ്പോഴാണ് 349 വോട്ടുകൾക്ക് പരാജയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് തികച്ചും അപ്രതീക്ഷിതമാണ്. 5968 കോടി രൂപയുടെ വികസന പ്രവർത്തനം അഴീക്കോട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടത്തി. അങ്ങനെ ജനകീയനായ വികസന നായകനായിട്ടുള്ള ഒരു MLA, അയാൾക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായി തന്നോടൊപ്പം നിന്നു എന്ന് കരീം ചേലേരി പറയുമ്പോഴും അണികളിലേക്ക് ടീം UDF എന്ന സന്ദേശം എത്തിയില്ല എന്ന പരാതിയാണ് കരീം ചേലേരി ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ടിൽ വലിയ രീതിയിൽ ചോർച്ചയുണ്ടായി. വോട്ട് ചോരുന്നു എന്നുള്ളത് ഒരു പ്രതിഭാസമായിട്ട് നിൽക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ആത്മപരിശോധന നടത്തേണ്ടത്. ടീം UDF ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരാണ് ലീഗ് ആരാണ് കോൺഗ്രസ് എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം ഇഴകിച്ചേർന്നിട്ടാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടത്. UDFന്റെ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ജില്ലയിലെ നേതൃത്വം അതിശക്തമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഒരു വസ്തുതയാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ മെസ്സേജ് ബന്ധപ്പെട്ട തലങ്ങളിൽ താഴേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പോയില്ല. വലിയ തോതിൽ വർഗീയ പ്രചരണവും അഴീക്കോട് മണ്ഡലത്തിൽ നടന്നു എന്ന ആക്ഷേപം കൂടിയുണ്ട് അബ്ദുൽ കരീം ചേലേരിക്ക്. അഴീക്കോട് ഭാഗത്ത് എൻ്റെ തെരഞ്ഞെടുപ്പ് ഫ്ലക്സ് ബോർഡിന് താഴെയായി DYFIയുടെ പേരിലാണ് മതം പറയുന്ന നാറിക്ക്. അഴീക്കോടിന് സമാനമാണ് കൂത്തുപറമ്പിലെ തോൽവിയും. കൂത്തുപറമ്പിലും എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി തന്നെ പാർട്ടി പരിശോധിക്കും എന്നും അബ്ദുൽ കരീം ചേലേരി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയുമായുള്ള കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.